ഹലോ, ഇന്ന് ഞാനിവിടെ മുട്ടക്കറിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ. നമുക്കൊക്കെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഗ്രേവി കൂടുതലായിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗ്രേവിയും കിട്ടും, ഒരുപാട് പണിയില്ല കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ അതേ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സവാളയും ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ വേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും വേണം. സവാളയും പച്ചമുളകും അതുപോലെ ഉരുളക്കിഴങ്ങും അതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വേപ്പിലയും പച്ചമുളകും സവാളയും ഉരുളക്കിഴങ്ങും കൂടി ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതുകൂടാതെ 2 സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തു. ഇനി ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പെരിഞ്ചീരകവും അതുപോലെ 2-3 കശുവണ്ടി പരിപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ അരച്ച് എടുക്കണം. അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങും കൂടി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതാണെന്ന് തോന്നരുത്, ആ രീതിയിൽ നല്ലപോലെ ഉടച്ചെടുക്കണേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ലേശം പെരിഞ്ചീരകവും കറുകപ്പട്ട ഒരെണ്ണം, ഒരു കഷ്ണം, അതുപോലെ ഗ്രാമ്പു ഒരെണ്ണം, ബേ ലീഫും 2 ഏലക്കായും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുത്ത് വയ്ക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ നമുക്ക് എഗ്ഗ് മസാല ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുത്താൽ മതിയേ. വേറെ ഇനി മുളകൊന്നും ഞാൻ എടുക്കുന്നില്ല, ആദ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ഇതാ കറുകപ്പട്ടയും ബേ ലീഫും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരട്ടെ. അതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച സവാളയും ഉരുളക്കിഴങ്ങും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കണം. അപ്പോൾ നമുക്ക് എന്തോരം കൊഴുപ്പ് വേണമെന്നനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിന് നമുക്ക് കൊഴുപ്പ് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കറിക്ക് പാകത്തിന് കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഒന്ന് മൂത്ത് കിട്ടണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. ഒന്നങ്ങ് ഹാർഡായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ വെളിച്ചെണ്ണയൊന്നും നമുക്ക് ഒഴിക്കണ്ട കേട്ടോ. ഓരോ മുട്ടയായിട്ട് നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുത്താൽ മതിയേ.
ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും, നല്ലപോലെ ഗ്രേവിയൊക്കെ കിട്ടും കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല പോലെ ഗ്രേവി ഉണ്ട്, അതുപോലെ പെട്ടെന്ന് പണിയും കഴിയും. ഇനി നമുക്ക് ഈ കറി ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്, നല്ലപോലെ ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.